ഹരി ഓം. കൽക്കി രൂപകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശീലായപ്പന്റെ പ്രണാമം. ഇന്ന് 2025 സെപ്റ്റംബർ 29 ഈ ദിവസം എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഞാൻ ഈ ബോംബെയിൽ വന്നിട്ട് ഇന്ന് 36 വർഷം പൂർത്തിയാവുകയാണ്. 36-ന് ഒത്തിരി കഥകൾ പറയാനുണ്ട്. 36-ഉം ശ്രീകൃഷ്ണനുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക. ഇന്ന് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ഭഗവാൻ ശിവൻ തന്നെയാണ് അള്ളാഹു എന്നുള്ള സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് അറിയണം, ആരാണ് യഥാർത്ഥ സൃഷ്ടാവ്. സത്യത്തിൽ നമ്മൾ സൃഷ്ടാവിനെയാണ് ശരിക്കും ആരാധിക്കേണ്ടത്. നമ്മുടെ മുന്നിൽ 3 മതങ്ങളാണുള്ളത് പ്രധാനമായിട്ട്. ഇവർ 3 പേരും ഓരോരോ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ ആരാധിക്കുന്നതാണ് യഥാർത്ഥ സൃഷ്ടാവ്. ഒരു കൂട്ടർ വൈഷ്ണവർ പറയും ഞങ്ങൾ പിതാവിനെ ആരാധിക്കുന്നു, പിതാവാണ് യഥാർത്ഥ ദൈവം, യഥാർത്ഥ സൃഷ്ടാവ്. ഒരു കൂട്ടർ ബ്രഹ്മാവിനെ ആരാധിക്കുന്നു, അവർ പറയും ബ്രഹ്മാവാണ് യഥാർത്ഥ സൃഷ്ടാവ്. മറ്റു കൂട്ടർ ശിവൻ അത് അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കും, അവർ പറയും ഞങ്ങളാണ് യഥാർത്ഥ സൃഷ്ടാവിനെ ആരാധിക്കുക. പക്ഷെ ഇതിന്റെ സത്യം എന്താണ്? അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് പോകണം. അതായത് ആരാണോ ഏകകോശത്തിൽ നിന്ന് 280 ദിവസം കൊണ്ട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്, അതാണ് യഥാർത്ഥ സൃഷ്ടാവ്. ആ സൃഷ്ടാവ് നമ്മളോടൊപ്പം നമ്മുടെ ഉള്ളില് നമ്മുടെ ഹൃദയത്തിൽ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടാതെ മറ്റ് സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആ ഒരു സൃഷ്ടാവാണ് യഥാർത്ഥ സൃഷ്ടാവ്. അതാരാണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമുള്ളത് നാരായണനാണ്. നാരായണനെ നമ്മൾ ജഗത് പിതാവെന്ന് പറയുന്നു, ഭൂമിദേവിയെ നമ്മള് ജഗൻ മാതാവെന്ന് പറയുന്നു. ഈ സൃഷ്ടാവിനെ നമുക്ക് മഹാദൈവമെന്നോ സുപ്രീം ദൈവമെന്നോ സുപ്രീം സ്പിരിറ്റ് എന്നൊക്കെയോ വിളിക്കാവുന്നതാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജന്മം എടുത്ത കാലം തൊട്ട് പല പേരുകളിൽ ഭഗവാൻ നാരായണനെ ആരാധിക്കുന്നു. ഭഗവാൻ നാരായണന് എന്നുള്ള പേര് വന്നിരിക്കുന്നതിന് ഭഗവാന്റെ ഊർജ്ജം മുഴുവൻ നാരത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ജലത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാലാണ് ഭൂമി ഉൾപ്പെടെ സകല ചരാചരങ്ങളും ജനിച്ചിരിക്കുന്ന ജലത്തിൽ നിന്നാണ്. നമ്മളും മാതാവിന്റെ ഗർഭത്തിലെ ജലത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ഒരു കോഴിക്കുഞ്ഞു പോലും ഒരു പക്ഷി പോലും ജനിക്കുന്നത് ആ മുട്ടയിലെ ജലത്തിൽ നിന്നാണ്. ഭഗവാൻ ഏകനാണ്. ഭഗവാനെ നമുക്ക് ഏക ദൈവം എന്ന് പറയാം. അതായത് 3 മൂർത്തികൾ ചേർന്ന ഒന്നാണ് ഭഗവാൻ. 3 മൂർത്തികൾ ഒന്നായി വിളങ്ങുന്നതാണ് ഭഗവാൻ നാരായണന്. ഈ 3 മൂർത്തികൾക്കും പ്രത്യേകം അതുകൊണ്ട് ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ പൂർണ്ണനാകണമെങ്കിൽ ഒരു മൂർത്തി മാത്രം വിചാരിച്ചാൽ പോരാ, വിഷ്ണു ഭഗവാൻ മാത്രം വിചാരിച്ചാൽ പോരാ, ബ്രഹ്മാവ് വിചാരിച്ചാൽ പോരാ, ശിവൻ വിചാരിച്ചാൽ പോരാ, ലോകത്തുള്ള സകല മനുഷ്യരും വിചാരിച്ച എല്ലാവരും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ നാരായണൻ പൂർണ്ണമാവുകയുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശിവൻ തന്നെയാണ്, സംഹാരമൂർത്തിയായ ശിവൻ തന്നെയാണ് അള്ളാഹു. ഭഗവാൻ 3ആയിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു, 3 മൂർത്തികളായിട്ടിരിക്കുന്നു പറഞ്ഞു. ഒന്ന് വിഷ്ണു എന്ന് പറയുന്നത് സൃഷ്ടാവാണ്, സൃഷ്ടിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞ സ്ഥിതിയാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ സംഹാരമാണ്. സംഹാരം എന്ന് പറഞ്ഞാൽ കൊല്ലുക, നശിപ്പിക്കുക എന്നാണ്. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് താമസമൂർത്തിയാണ്, സംഹാരമൂർത്തിയാണ്. ശിവൻ തന്നെയാണ് അള്ളാഹു എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 10 പോയിന്റ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവന്റെ ആഭരണങ്ങളാണ് ചന്ദ്രക്കലയും നക്ഷത്രവും. ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ അടയാളം. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ശിവാരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ലിംഗാരാധനയാണ്. ശിവലിംഗത്തെയാണ് ലോകമെമ്പാടും മനുഷ്യർ ആരാധിക്കുന്നത്. എല്ലാ മനുഷ്യരും അല്ല, ലോകമെമ്പാടും ശിവലിംഗങ്ങളുണ്ട്. ശിവലിംഗത്തിന് പ്രത്യേകത ഉണ്ട്, നിങ്ങൾ അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു യോനിക്കല്ലിലാണ്. അതുപോലെ തന്നെ ശിവലിംഗത്തിന് ചർമ്മമില്ല. അപ്പൊ ശിവാരാധനയില് പ്രധാനമായിട്ട് ലിംഗാരാധനയാണ്. ഒരു കൂട്ടം ശിവന്മാർ അല്ലെങ്കിൽ ശൈവന്മാര് തങ്ങളുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദിക്കുന്നുണ്ട്, ശിവലിംഗം പോലെ ആക്കിയിട്ട് അവര് സ്വന്തം ലിംഗം കൊണ്ട് പൂജ നടത്തുന്നു പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കാമമാണ്. അവരുടെ പൂജ എന്ന് പറഞ്ഞാൽ സെക്സ് ആണ്. അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് എന്ന് പറഞ്ഞാൽ സെക്സ് തന്നെയാണ്. അതാണ് ഒരു കൂട്ടം ശിവന്മാർ ചെയ്യുന്നത്. മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് സന്യാസികളാണ്. അവര് ഈ നഗ്നതാ പ്രദർശനങ്ങളൊക്കെ നടത്താറുണ്ട്. അവരുടെ ലിംഗത്തിൽ കല്ല് കെട്ടി തൂക്കിയിടാറുണ്ട്. അവർ ലിംഗങ്ങളൊക്കെ മറ്റുള്ളവരെ മുമ്പിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ കൊണ്ട് ലിംഗത്തിൽ പൂജ നടത്തുന്നുണ്ട്. അതുപോലെ ഈ യോനിക്കല്ല് പൂജ, കാമാഖ്യ ക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, അവിടെ സതിയുടെ യോനിയാണ് പൂജിക്കപ്പെടുന്നത്. അപ്പൊ ഈ വക ആരാധനകളിൽ ഈ വക എന്താ പറയാ അധമമായ ആചാരങ്ങളെല്ലാം ഉള്ളതാണ് ശിവാരാധന എന്ന് പറയുന്നത്. പിന്നെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് കാമഭ്രാന്തന്മാരാണ്. അവരൊരു കൊലപാതക രാഷ്ട്രീയക്കാരാണ്. അവരാണ് പല സ്ഥലത്തും ബലാത്സംഗ വീരന്മാരായിരിക്കുന്നത്. അവർക്ക് അമ്മയെന്നോ പെങ്ങളെന്നോ മകളെന്നോ ഒന്നുള്ള ഭേദം അവർക്കില്ല. പൊതുവെ അസുരന്മാർക്ക് അമ്മയെന്നും മകളെന്നും സഹോദരി എന്നുള്ള ഭേദഭാവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇതൊക്കെ ശിവാരാധനയുടെ ഭാഗം തന്നെയാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞ ബലിയാണ് മറ്റു ശിവാരാധന. മൃഗങ്ങളെ ബലി കൊടുക്കുക, പക്ഷികളെ ബലി കൊടുക്കുക. അത് പല മതത്തിലും അതുണ്ട്. ദേവമതത്തിലില്ല, വൈഷ്ണവമതത്തില് ബലിയില്ല. ബലി കൊടുക്കുന്നുണ്ട്. ഇവര് നരബലിയാണ് ഇവർക്ക് പ്രധാനം. അതായത് മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരെ കൊല്ലുക, ദൈവത്തിന്റെ നാമത്തെ കൊല്ലുക, അതാണ് നരബലി എന്ന് പറയുന്നത്. അപ്പൊ നരബലി ഇന്നും ഈ നിമിഷവും ഈ ലോകത്ത് നടക്കുന്നുണ്ട്.
ഇതും ശിവാരാധനയുടെ ഭാഗമാണ്. പിന്നെ കശാപ്പ് നടത്തുന്നവർ, ഭൂമിയിൽ എല്ലായിടത്തും മൃഗങ്ങളെ കൊല്ലുന്നവരും പക്ഷികളെ അതായത് കോഴിയൊക്കെ കൊല്ലുന്നവരെല്ലാം ശിവന്മാർ തന്നെയാണ്, അസുരന്മാരാണ്. ഒരിക്കലും ഒരു ദേവനും ഒരു ജീവിയെയും കൊല്ലുകയില്ല. അവര് മാംസഭക്ഷണം കഴിക്കുമെങ്കിലും അവര് അഹിംസാവാദികളാണ്. പിന്നെ അവര് സമാധാന കാംക്ഷികളാണ്. അവരാരോടും വഴക്കിന് പോകാത്തവരാണ്. അപ്പം ഈ ലോകത്ത് കൊല്ലുന്നവരും കശാപ്പ് ചെയ്യുന്നവരും എല്ലാം അസുരന്മാരാണ്, യാതൊരു സംശയമില്ല. അപ്പം അത് സംഹാരമാണ്, അത് ശിവന്റെ ഒരു ഗുണം തന്നെയാണ് ബലി. നാലാമത്തെ നാൾ ഭഗവാൻ ശിവന് 4 സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു അസുരന് 4 വിവാഹമാകാം. ശിവന് ബന്ധമുള്ള സ്ത്രീകൾ ഇവരാണ്: സതി, പിന്നെ പാർവതി, ഗംഗ, മോഹിനി. വേറെയും സ്ത്രീകളുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ശൈശവിവാഹം ശിവാരാധനയുടെ ഭാഗമാണ്. ശിവൻ തന്നെ ശൈശവിവാഹം ചെയ്ത ആളാണ്. കാരണം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ സതി ദേഹത്യാഗം ചെയ്ത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിനു ശേഷം അത് വീണ്ടും പുനർജനിച്ചാണ് പാർവതിയാകുന്നത്. അപ്പൊ ശിവന്റെ കൺമുന്നിൽ ഒരു കുഞ്ഞു ശിശുവായി വളർന്ന ആ പാർവതിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. അതുകൊണ്ടാണ് ശിവന്മാർക്ക് ശൈശവിവാഹം ഇന്നും അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നത്. ആറാമത്തേന്ന് പറഞ്ഞാൽ ഭഗവാൻ ശിവൻ എന്ന് പറയുന്ന തലവെട്ടും ദൈവമാണ്. ഭഗവാൻ സംഹാരമൂർത്തിയാണ്, അതുകൊണ്ട് തലവെട്ടും. അതിന് ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ അച്ഛനായ ദക്ഷ പ്രജാപതിയുടെ തല വെട്ടി എന്ന് പറയുന്നു. ഗണപതി, സ്വന്തം പുത്രനായ ഗണപതിയുടെ തല വെട്ടി. പിന്നെ പരംപിതാവായ ബ്രഹ്മാവിന്റെ തലകളിലൊന്നും അദ്ദേഹം വെട്ടിയെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പം ശിവന്മാരല്ലെങ്കിൽ അസുരന്മാര് തല വെട്ടുകയും ചെയ്യും, കൈയും കാലും ഒക്കെ വെട്ടുന്നത് സംഹാരത്തിന്റെ ഭാഗം തന്നെയാണ്. ഇനി ഏഴാമത്തേത് ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് കാമാതുരനാണ്, കാമമുള്ള ആളാണ് ശിവൻ. അതുകൊണ്ടാണ് പെട്ടെന്ന് മോഹിനി അവതാരത്തെ കണ്ടുകൊണ്ട് തന്നെ ഭഗവാന് കാമം തോന്നുകയും അതിലൊരു പുത്രനെ സമ്മാനിക്കുകയും ചെയ്തു. അതാണ് ശ്രീ അയ്യപ്പന്. ഇനി എട്ടാമത്തേന്ന് പറയുന്നത് ഭഗവാൻ ശിവൻ കോപിഷ്ഠനാണ്. തൃക്കണ്ണൊക്കെ നമുക്കറിയാം, തൃക്കണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം നശിപ്പിക്കും. അപ്പൊ അസുരന്മാര് ശിവനിൽ കാമമാണുള്ളത്, പ്രേമമല്ല. അതുപോലെ തന്നെ അസുരന്മാർക്ക് പ്രേമം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അവർക്ക് എല്ലാവരോടും വെറുപ്പും വിദ്വേഷവും, എല്ലാവരെയും കൊല്ലണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് നടക്കുന്നവരാണ്. അവര് കോപിഷ്ഠരാണെന്ന് പറയാൻ പറ്റും, പക്ഷെ അവർക്ക് ഒരു ആത്മീയ ചൈതന്യം അവരുടെ മുഖത്ത് ഒരിക്കലും പ്രതിഫലിക്കത്തില്ല. ക്രൂര സ്വഭാവമൊക്കെ ഉള്ളവരാണ് അസുരന്മാർ. എന്ന് പറഞ്ഞാൽ അസുരന്മാര് നല്ലവരും ഉണ്ട്. രാവണന്റെ അനുജനായ വിഭീഷണൻ രാവണ വംശത്തിലാണെങ്കിൽ അദ്ദേഹം നല്ലവനായിരുന്നു, വിഷ്ണു ഭക്തനായിരുന്നു. അപ്പൊ ഈ അള്ളാഹു ഭക്തി അല്ലെങ്കിൽ ശിവഭക്തി ഉള്ളവർക്കൊന്നും പൊതുവെ പ്രേമമില്ല. അവരൊക്കെ ഒരു ക്രൂര സ്വഭാവം ഉള്ളവരാണ്, അവർക്ക് ക്രോധം ഉള്ളവരാണ്. അവര് ഈ എന്താ പറയുന്നത്, മറ്റുള്ളവരെ കൊല്ലുന്നവരാണ്. അപ്പൊ ശിവൻ കോപിഷ്ഠനാണ്. അപ്പൊ അടുത്തത് 9ാമത്തേന്ന് പറയുന്നത് ഹിംസകനാണ്, കൊല്ലുന്നവൻ തന്നെയാണ് ശിവൻ. അതിൻ്റെ ഉള്ള ഉദാഹരണമാണ് ഭഗവാൻ ഉടുത്തിരിക്കുന്ന പുലിത്തോലും ആനത്തോലും. ഇത് രണ്ടും ആനയോ പുലിയോ ഒന്നും കൊല്ലാതെ ഈ തോല് എടുത്തു കൊടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതും ഹിംസയുടെ ഭാഗമാണ്. ഇനി 10ാമത്തേന്ന് പറയുന്ന ഭഗവാൻ ശിവൻ ശൂലവുമായിട്ട് ലോകം മൊത്തം സംഹരിക്കാൻ നടക്കുന്നതാണ് പറയുന്നത്. ഇന്നും ശിവന്റെ ആരാധകര് ഈ ലോകം മുഴുവനും മറ്റുള്ള മതക്കാരെ സംഹരിക്കാൻ വേണ്ടി തങ്ങളുടെ ആയുധമായിട്ട് നടക്കുന്നവരാണ്. ഈ ലോകം മുഴുവനും അവർ പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇനിയും മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ശിവനിൽ കൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൽ കൂടെ ഒരിക്കലും സ്വർഗമില്ല, മുക്തിയില്ല, പിന്നെ അതുപോലെ മോക്ഷമില്ല. കാരണം ഇവരിൽ ധർമ്മമില്ല, സത്യമില്ല, പ്രേമമില്ല, ഭക്തിയില്ല, ഭൂതതയില്ല, അഹിംസ ഒന്നും ഇല്ലാത്തവരാണ്. ഇവര് ചെയ്യുന്നത് തെറ്റുകളാണ്. കാരണം ഇവർക്ക് ഒരിക്കലും സ്വർഗം, ഇവരുടെ മോഹം മാത്രമാണ്. വിഡ്ഢി സ്വർഗമാണ് ശിവന്മാരെ കാത്തിരിക്കുന്നത്. വിഡ്ഢികളുടെ സ്വർഗം അതൊരു വെറും സ്വപ്നം മാത്രമാണ്. ഇവർക്ക് പുനർജന്മമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവര് ഇലക്ട്രോണുകളെ പോലെയാണ്. ഭഗവാനിൽ ഇവർക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ന്യൂക്ലിയസിൽ ഇലക്ട്രോണുകൾക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കടന്ന് കറങ്ങുന്ന പോലെ ഭഗവാനെ പ്രവേശിക്കാതെ ഇവർ ചുറ്റും കിടന്ന് കറങ്ങുള്ളൂ. കാരണം ഇവരുടെ അധർമ്മം കാരണം ഇവരെ ഒരിക്കലും ദൈവം തന്നിലേക്ക് സ്വീകരിക്കുക, സ്വർഗത്തിലേക്ക് ഇവർക്ക് പ്രവേശനമില്ല. സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. ഇവർക്ക് ഒരിക്കലും മനഃശാന്തിയോടുകൂടി ജീവിക്കാൻ സാധ്യമല്ല. അത് തന്നെയാണ് സ്വർഗം. അപ്പം നമുക്ക് മോക്ഷ, മുക്തി അഥവാ സ്വർഗം വേണമെങ്കിൽ നമ്മൾ വിഷ്ണു ആരാധന, സാത്വികമായ ആരാധനയിലേക്ക് തന്നെ പോകണം. അപ്പൊ ഈ 10 കൂട്ടം കാര്യങ്ങൾ നമുക്ക് എന്ത് മനസ്സിലാകാം? ശിവൻ തന്നെയാണ് അള്ളാഹു, അദ്ദേഹം സംഹാരമാണ്. അപ്പൊ ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നാരായണൻ അറിയാം. നമ്മുടെ പരംപിതാവായ, നമ്മുടെ ജഗത്പിതാവായ നാരായണൻ അറിയാതെല്ലാം സംഭവിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഇവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്. കാരണം ഈ ലോകത്തിന്റെ അതായത് കോസ്മിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഈ ഭൂമിയിൽ ദേവന്മാരെന്ന് 33% മാത്രമേ പാടുള്ളൂ. അത് കൂടുതലാകുമ്പോഴൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ ബ്രഹ്മന്മാരെന്ന് സാധാരണ മനുഷ്യർ 34% പാടുള്ളൂ. അങ്ങനെയൊക്കെയാണ് കണക്കുകൾ. പക്ഷെ ഇന്നിപ്പം കലിയുഗത്തിന്റെ അവസാനം ഈ ബാലൻസുകളൊക്കെ തെറ്റിയിരിക്കുകയാണ്. ഇപ്പൊ അസുരന്മാരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. അപ്പൊ ഇവരെ നിഗ്രഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ നാരായണൻ തന്റെ അന്തിമ അവതാരമായ കൽക്കിയായി ഈ ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. ഭഗവാന് ഇവരെ നിഗ്രഹിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ലോക മഹായുദ്ധമാണ്. അതിൽ കൂടി അസുരന്മാര് നാമാവിശേഷമായി പോകും. അതിലെ സത്യസന്ധ ഉള്ളവരും ഭക്തി ഉള്ളവരും ഒക്കെ രക്ഷപ്പെടും. ഇതാണ് ഇന്നത്തെ പാഠം. നന്ദി, നമസ്കാരം.